ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നിറവിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു നവവത്സരം കൂടെ കാണുവാൻ ദൈവം അവസരം തന്നതിനായി തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യാശയോടെ 2025 കടക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിച്ചല്ലോ. അവൻ്റെ കൃപയ്ക്കായി തിരുനാമത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും ജീവനീരയുടെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഹൃദ്യമായ നവോത്സവാശംസകൾ. ഈ വർഷം ദൈവം തന്നെ നന്മകളാലും അനുഗ്രഹങ്ങളാലും ഏവരെയും നിറയ്ക്കുമാറാകട്ടെ. ഞാനിന്ന് പുതുവർഷത്തിലേക്ക് കടന്ന സമയത്ത് കർത്താവ് എനിക്ക് തന്ന ഒരു വളരെ പരിചിതമായൊരു വേദഭാഗം ദൈവനുമായി പങ്കുവയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. വാസ്തവം പറഞ്ഞാൽ കഴിഞ്ഞ 2-ാം തീയതിയാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇന്നലെയും ഇന്നുമായിട്ട് ആ വാക്യം, ആ വേദഭാഗം എൻ്റെ ഹൃദയാന്തരഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ചെറുപ്രായം മുതൽ പഠിച്ചതാണെങ്കിലും വളരെ ഹൃദ്യമായി എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് പ്രിയപ്പെട്ടതുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനൊത്തവണ്ണം നാം മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ വർഷം നമുക്ക് തികഞ്ഞ അനുഗ്രഹത്തിൻ്റെ, ഇല്ലെങ്കിൽ ആരംഭത്തേക്കാൾ അവസാനം നല്ലതെന്ന് പറയുന്നത് പോലെ വർഷത്തിൻ്റെ അവസാനമാകുമ്പോൾ തികച്ചും സംതൃപ്തിയോടെ നമുക്ക് പുതുവർഷത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും. 23-ാം സങ്കീർത്തനം ഈ സമയത്ത് വായിക്കുന്നു. അത് മൊത്തം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 6 വാക്യങ്ങളെ ഉള്ളല്ലോ. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. മരണനിഴലിൻ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഈ കുഞ്ഞു പ്രായം മുതൽ സാധാരണ ക്രൈസ്തവപാഠങ്ങളെല്ലാം കുഞ്ഞുങ്ങളെ ആദ്യം പഠിപ്പിക്കുന്ന വേദവാക്യങ്ങളിലൊന്നാണല്ലോ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഇവിടെ ഒരു പഴയ ഭക്തനായ ദാവീദ് ഒരു സാക്ഷ്യം പങ്കുവയ്ക്കുന്നു. എന്നാണ് അവൻ പറയുന്നത്? ഞാൻ കുറച്ച് മുൻപ് നല്ല ഇടയൻ്റെ ആടുകളോ എന്ന ഹെഡിങ്ങിൽ ഒരു വീഡിയോ ചെയ്തത് എനിക്ക് ഓർമ്മ വരുന്നു. അല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തെ ബേസ് ചെയ്ത് ആണ് ആ വീഡിയോ ചെയ്തത്. എന്നാൽ അത് ഇടയൻ ആരാണെന്നും അവൻ്റെ ആടുകളുടെ ലക്ഷണവുമൊക്കെ അവിടെ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആടായ അല്ലെങ്കിൽ ഇടയൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തി അവൻ്റെ സാക്ഷ്യം പറയുകയാണ്. അവനെ ഇടയനാക്കിയത് കൊണ്ട്, അല്ലെങ്കിൽ യഹോവ ഇടയനായതുകൊണ്ട് എന്ത് ഗുണം അവനുണ്ടാകുന്നു, അവനുണ്ടായി, അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയോജനമുണ്ട് എന്ന് ഈ 23-ാം സങ്കീർത്തനത്തിൻ്റെ 6 വാക്യങ്ങളിൽ ദാവീദ് സൂചിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, പുതിയ വർഷത്തിലേക്ക് കടന്നയുടൻ കർത്താവ് എനിക്ക് തന്നതാണ്. ഞാനത് പ്രിയപ്പെട്ടതുമായി പങ്കുവയ്ക്കുകയാണ്. വലിയ കടിച്ചാൽ പൊട്ടാത്ത ആലോചനകളല്ല. വാസ്തവം പറഞ്ഞാൽ ഓരോ വാക്യവും എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ആടിൻ്റെ സാക്ഷ്യമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, അവൻ എനിക്കായിട്ട് എന്ത് ചെയ്യുന്നുവെന്ന് 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം. 6-ാം വാക്യത്തിൽ അവന് അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ പ്രത്യാശയെക്കുറിച്ച് അവൻ പറയുന്നു. അപ്പോൾ 1-ാം വാക്യത്തിൽ യഹോവ എൻ്റെ ഇടയനാകുന്നു. ഇടയൻ എന്ന് പറയുമ്പോൾ ആട് ഇടയനെക്കുറിച്ച് പറയുന്നതാണല്ലോ. അങ്ങനെ വരുമ്പോൾ നടത്തുന്ന
പോഷിപ്പിക്കുന്ന, സംരക്ഷിക്കുന്ന, പരിപാലിക്കുന്ന, സൂക്ഷിക്കുന്ന എല്ലാ ജോലിയും ഇടയൻ്റേതാണ്. ആട് അവനെ അനുസരിച്ച് പോയാൽ മതി. അങ്ങനെ വരുമ്പോൾ ഈ 6 വാക്യങ്ങളിൽ നിന്ന് ഏതാണ്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ 10 അനുഭവങ്ങൾ കർത്താവ് പെട്ടെന്ന് എന്നെ ചിന്തിപ്പിച്ചു. അത് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ 1-ാം വാക്യത്തിൽ ആശ്രയ ജീവിതം, ദൈവത്തിൽ ആശ്രയിക്കുന്ന ജീവിതം, കർത്താവിൽ യഥാർത്ഥമായി, അല്ലെങ്കിൽ എൻ്റെ ഇടയൻ യഹോവ കൂടെ എൻ്റെ ഇടയൻ എന്നല്ല പറഞ്ഞേ, യഹോവ എൻ്റെ ഇടയനെന്ന്, അല്ലെങ്കിൽ പുതിയ നിയമഭാഷയിൽ കർത്താവ് കൂടെ എൻ്റെ ഇടയൻ എന്നല്ല, കർത്താവ് തന്നെ എൻ്റെ ഇടയനാണെന്നാണ്. അപ്പോൾ യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം വായിച്ചാൽ, ഞാൻ നല്ല ഇടയൻ ആടുകൾക്കായി തന്നെ ജീവനെ കൊടുക്കുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കുന്നു, എൻ്റെ ആടുകൾ എന്നെ അനുഗമിക്കുന്നു, എൻ്റെ ആടുകൾ അനുസരിക്കുന്നു എന്നൊക്കെ കാണാം. ഞാൻ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇപ്പോഴും അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഇവിടെ ഇടയൻ്റെ വകയായ ആടുകൾ, അവയെ പേർ ചൊല്ലി വിളിക്കുന്നതും അവയെ നടത്തുന്നതും എല്ലാം ഇടയനാണല്ലോ. മാത്രമല്ല, പുതിയ ബന്ധത്തിലും പഴയ നിയമത്തിലും ഇടയനുമായുള്ള ബന്ധത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ അബ്രഹാം പോലും അവന് കണ്ടമാനം ആടുണ്ടായിരുന്നല്ലോ. യാക്കോബ്, അവൻ്റെ മക്കൾ എല്ലാം അവരുടെ വംശം തന്നെ ഫറവോൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ യോസഫിൻ്റെ സഹോദരന്മാർ കുറിച്ച് പറഞ്ഞാണല്ലോ, ഞങ്ങളെല്ലാം ആട്ടിടയന്മാരാണ്. അപ്പോൾ ദാവീദും രാജാവാകുന്നതിന് മുൻപ് ഇടയനായിരുന്നല്ലോ. അതെന്താണ് ഇടയൻ ആടുകൾക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. ആ അനുഭവത്തിൽ നിന്നാണ് ദാവീദ് പറയുന്നത്, കർത്താവിനെ ഇടയനാക്കിയ, അല്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയുന്നു, പോഷിപ്പിക്കുന്ന, വഴി നടത്തുന്ന, പരിപാലിക്കുന്ന, കാത്തു സൂക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന, എല്ലാ രംഗത്തും പരിപാലിച്ച് നടത്തുന്ന എൻ്റെ കർത്താവ് എൻ്റെ ഇടയനാണ്. ഞാൻ പറയും, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതാണ് ആശ്രയ ജീവിതം. ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും വേണ്ടതും അതാണ്, ആശ്രയ ജീവിതം. കർത്താവ് മാത്രം എന്നെ പോഷിപ്പിക്കുന്നവൻ, കർത്താവ് മാത്രം എന്നെ നടത്തുന്നവൻ, കർത്താവ് മാത്രം എന്നെ സംരക്ഷിക്കുന്നവൻ, കർത്താവ് മാത്രം എന്നെ സൂക്ഷിക്കുന്നവൻ. മറ്റു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. ഇരമ്യാപ്രവചനം 17-ാം അധ്യായത്തിൻ്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ വായിച്ചാൽ, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ തൻ്റെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് കാണാം. 8-ാം വാക്യത്തിൽ അവൻ നെറ്റിരിക്കുന്നു, മാത്രമല്ല അതിൻ്റെ ഇല പാടിപ്പോകത്തില്ല, വരൾച്ചയുള്ള കാലത്തും വട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ കാണാം. അപ്പോൾ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന ആശ്രിത ജീവിതം, ക്രിസ്തീയ ജീവിതം അതാണല്ലോ. കർത്താവും ഞാനും കൊണ്ടുള്ള ജീവിതമല്ല, കർത്താവിനിൽ, ഞാൻ അവനിൽ. അപ്പോൾ പൂർണ്ണമായി ദൈവത്തെ ആശ്രയിക്കുന്ന ആ ജീവിതത്തിൽ ഒരു നന്മയും കുറവുണ്ടാകത്തില്ല. ദൈവം തരുന്ന അതെല്ലാ കാര്യങ്ങളും നടത്തുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ആടിനെ മേയ്ക്കേണ്ടതും ആടിനെ നടത്തേണ്ടതും പോറ്റേണ്ടതും എല്ലാം ആടിൻ്റെ ഉത്തരവാദിത്തമല്ലല്ലോ അതിൻ്റെ ഇടയിൽ. തീർച്ചയായിട്ടും കർത്താവിലാണ് നമ്മുടെ ആശ്രയമെങ്കിൽ, കർത്താവിൽ മാത്രമാണ് ആശ്രയമെങ്കിൽ, തീർച്ചയായിട്ടും കർത്താവിൻ്റെ സമൃദ്ധി നാം അനുഭവിക്കും. മുന്നോട്ട് നീങ്ങട്ടെ. മാത്രമല്ല, 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ടോ, പച്ചയായ പുൽപ്പുറങ്ങളിലും സുസ്ഥമുള്ള വെള്ളത്തിനൊക്കെ. അപ്പോൾ ഞാനത് കണ്ടതിങ്ങനെയാണ്, വിശ്രമജീവിതം. അവനെ കിടത്തുന്നു. എവിടെയും തോന്നിയിടത്തല്ല, വരൾച്ചല്ല, മരുഭൂമിയിൽ കിടത്തുന്നല്ല പറഞ്ഞ, പച്ചയായ ചുരുക്കി പറഞ്ഞാൽ വിശ്രമജീവിതം. രക്ഷാപ്രവചനത്തിൽ ആശ്രയിക്കുന്നതിലും വിശ്രമിക്കലും നിങ്ങളുടെ ബലമെന്ന് കാണാം. അപ്പോൾ ക്രിസ്തീയ ജീവിതം കർത്താവിൽ ആശ്രയിക്കുക മാത്രമല്ല, കർത്താവിൽ വിശ്രമിക്കുന്ന ജീവിതം കൂടെയാണ്. കർത്താവിൽ വിശ്രമിക്കുന്ന, അവൻ്റെ സ്വസ്ഥത അനുഭവിക്കുന്ന, അവൻ്റെ സമാധാനം അനുഭവിക്കുന്ന ഈ ജീവിതം ഈ വർഷത്തിൽ ആ വിധത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൽ വിശ്രമിക്കുന്ന, അവനിൽ ശാന്തനായിരിക്കുന്ന, ലോകം മുഴുവൻ എങ്ങനെ മറിഞ്ഞാലും
ദൈവ സ്വസ്ഥത അനുഭവിക്കുന്ന ജീവിതമായി തീരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. തീർച്ചയായിട്ടും അവനിൽ ആശ്രയിക്കുന്നെങ്കിൽ ഈ സ്വസ്ഥത നാം അനുഭവിക്കും. ഒന്നാം വാക്യം ഇല്ലാതെ രണ്ടാം വാക്യം അനുഭവമാക്കാൻ സാധ്യമല്ല. അത് മാത്രമല്ല, ഞാൻ അതിവേഗം മുന്നോട്ട് നീങ്ങട്ടെ. ആ 10 ചിന്തകളും പങ്കുവെക്കണമെങ്കിൽ അരമണിക്കൂറിന് പറ്റത്തില്ല. അതുകൊണ്ട് വേഗത്തിൽ അത് പറഞ്ഞു വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്വസ്ഥത മാത്രമല്ല, അല്ലെങ്കിൽ വിശ്രമം മാത്രമല്ല, പിന്നെ നമ്മൾ കാണുന്ന അത് എഴുതിയിരിക്കുന്നത് എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. മാത്രമല്ല, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകൾ നടത്തുന്നു. ആശ്രയ ജീവിതം മാത്രമല്ല, ക്രിസ്തീയ ജീവിതത്തിന് വേറൊരു വശമോടെ കാണുന്നു. വിശ്രമ ജീവിതം മാത്രമല്ല, യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വേറൊരു വശമാണ് എന്നെ നേർപാതകൾ നടത്തുന്നു, നീതിപാതകൾ. അതും തിരുനാമ നിമിത്തം. എൻ്റെ ഇടയന് എന്നെ ഏതെങ്കിലും വഴി നടത്തുകയല്ല, വളഞ്ഞ വഴി നടത്തുകയല്ല, നീതിപാതകൾ. ചുരുക്കി പറഞ്ഞാൽ നേരായ ജീവിതം, നേരായി ജീവിക്കുക, നേരായത് ചെയ്യുക, ചൊവ്വായത് ചെയ്യുക, ചൊവ്വായ വഴികൾ മുന്നോട്ട് നീങ്ങുക. ഞാൻ പറയട്ടെ, യഥാർത്ഥ ആശ്രയ ജീവിതം അല്ലെങ്കിൽ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നേരായ ജീവിതമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വളയത്തില്ല, തെറ്റിപ്പോകത്തില്ല. ഹോശേപ്പിന്റെ വാക്യം ഇങ്ങനെയുണ്ട്: യഹോവയുടെ വഴികൾ ചൊവ്വുള്ളവയല്ലയോ, നീളുള്ളവർ അതിൽ നടക്കും. യഹോവയുടെ വഴികൾ ചൊവ്വുള്ളവയാണ്. ദൈവത്തിൻ്റെ സകല വഴികളും ചൊവ്വായ വഴികളാണ്. അപ്പോൾ അതിൽ അവൻ നടത്തുമ്പോൾ നീതിപാതകളിൽ മാത്രം, മറ്റു വാക്കി പറഞ്ഞാൽ പാത്ത് ഓഫ് റൈച്ചോസസ്, നേരായ പാത, നേർമ മാത്രം, വളഞ്ഞ വഴിയൊന്നുമില്ല, വക്രമായതൊന്നുമില്ല. അല്ലെങ്കിൽ നേരായ ജീവിതം, ചൊവ്വായ ജീവിതം, ക്രമമായ ജീവിതം. എത്ര ഭാഗ്യമാണ്! അപ്പോൾ ആശയ ജീവിതം വിശ്രമ ജീവിതം മാത്രമല്ല, ചൊവ്വായ ജീവിതം മാത്രമല്ല. ഞാൻ വേഗം മുന്നോട്ട് നീങ്ങാം. 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നല്ലോ: മണ്ഡലത്തിലും താഴ്വരയിൽ കൂടെ നിന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. ഏറ്റവും ഭയപ്പെടുന്ന സാഹചര്യങ്ങളിലും ഏകാന്തത അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളിലും ഭയരഹിതനായി മുന്നോട്ട് പോകുന്ന ജീവിതം, ക്രിസ്തീയ ജീവിതത്തിൽ ഭയത്തിന് സ്ഥാനമില്ല. ഇന്ന് പലവിധ ഭയങ്ങളാൽ സമൂഹം ആകപ്പാടെ വലയുകയാണ്. വിശ്വാസികൾ എന്ന് പറയുന്നവരും ഭയത്താൽ വലഞ്ഞിരിക്കുന്ന അവസ്ഥ. എന്നാൽ ധൈര്യമായി പറയട്ടെ, ആശ്രയ ജീവിതം നമുക്കുണ്ടെങ്കിൽ, നാം അവൻ്റെ ആടുകളെങ്കിൽ, ഒരു കാര്യം വളരെ പ്രധാനം: നാം ഭയരഹിതരായി ജീവിക്കും. യോഹന്നാനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഭയത്തിന് ദണ്ഡനമുള്ളത് കൊണ്ട് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നുവെന്ന് യോഹന്നാൻ 1-ാം ലേഖനത്തിലുണ്ട്. മാത്രമല്ല, പൗലോസ് 2 പ്രാവശ്യം പറയും, ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാപിതാവെന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെ എത്രയെ പ്രാപിച്ചത്. ലോകത്തിൻ്റെ സാഹചര്യങ്ങൾ എന്തായാലും, ലോകസ്ഥിതികൾ എന്തായാലും, സമൂഹത്തിൽ എന്തു വന്നാലും, കൂരുകൾ നിറഞ്ഞ ജീവിതത്തിൽ കൂടെ കടന്നുപോയിട്ട് വന്നാലും, സഹായത്തിന് ആരുമില്ലെങ്കിലും ഇവിടെ പേടിയില്ല, ദൈവം അതിൽ പേടിയില്ല. കാരണം അവൻ്റെ ഭയം മാറിപ്പോയി. ദൈവത്തിൻ്റെ തികഞ്ഞ സ്നേഹം, അല്ലെങ്കിൽ നല്ല ഇടേൻ്റെ തികഞ്ഞ സ്നേഹം അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ അവിടെ ഭയത്തിന് സ്ഥാനമില്ല, ഭയപ്പെടുകയില്ല. കാരണം മാത്രമല്ല, ഇപ്പോൾ ദാവീദ് പറയുന്നു, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. അപ്പോൾ ദൈവ സാന്നിധ്യബോധം 2025 ശേഷിക്കുന്ന സകല നാളുകളിലും ആ ബോധം നമ്മളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ കർത്താവുണ്ട്. ഇരുണ്ട വേളകളിലും എല്ലാവരും കൈവിട്ടാലും, ആരും കൂട്ടില്ലെങ്കിലും എൻ്റെ കർത്താവുണ്ട് എന്ന ധൈര്യം നമുക്കുണ്ടെങ്കിൽ ഈ വർഷം നമുക്ക് ധന്യമായിരിക്കും. ഭയരഹിത ജീവിതം മാത്രമല്ല, ഞാൻ മുന്നോട്ട് അതിവേഗത്തിൽ പോവുകയാണ്. അടുത്ത അവൻ പറയുന്നു, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. വടി ശിക്ഷണത്തിനുള്ളതാണ്. അഥവാ എന്തെങ്കിലും പാളിച്ച്, എൻ്റെ നടപ്പിലോ മറ്റോ പാളിച്ചോ ഉണ്ടായാൽ ക്രമപ്പെടുത്തി എന്നെ ശിക്ഷണം നടത്തി നീ കൊണ്ടുപോകും, എന്നെ ശിക്ഷിക്കും. ഒരു പാട്ടുണ്ടല്ലോ, നല്ലിടയനായ യേശുനാഥൻ എന്നെ നിരന്തരമായി വഴി നടത്തിയിരുന്നു, അവനെ ശാസിക്കും,
അവനെ ശിക്ഷിക്കും. തൻ്റെ കൊടിക്കയിൽ എന്നെ നിത്യം നടത്തിയിടുവാൻ. ശിക്ഷണവും ശാസ്ത്രയും എബ്രാഹിം 12 അധ്യായത്തിലുണ്ട്. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല കഴുവന്മാരത്രേ. അപ്പോൾ തൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് ശിക്ഷണവും ക്രമീകരണവും ആ എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ശിക്ഷണം തരുന്ന, നടത്തേണ്ട വഴി നടത്തുന്ന, വടി ഉപയോഗിക്കേണ്ടതും വടി ഉപയോഗിക്കും. അങ്ങനെ ശരിയായ രീതിയിൽ ക്രമമായി എന്നെ നടത്തുന്ന ജീവിതം. ഈ തീത്തോസ് ലേഖനത്തിൽ മലയാള ഭാഷാന്തരത്തിലൊന്നും അത് നമുക്ക് വ്യക്തമായുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു, ഭാഗ്യമായ പ്രത്യാശിക്കും എന്ന് പറഞ്ഞിട്ട് അത് നമ്മെ ദൈവകൃപ നമ്മെ ശിക്ഷിച്ച് നടത്തുന്നു. അപ്പോൾ ഇവിടെ അതുകൊണ്ട് കേട്ടോ, ശിക്ഷണവുമുണ്ട്. മാത്രമല്ല അടുത്ത വാക്യത്തിൽ വേറൊന്ന് കാണാം. എൻ്റെ ശത്രുക്കൾ കാണുകയെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ഉടനെ ചിന്തിക്കും, നമ്മളെ ഭൂമിയിലുള്ള നമ്മളെ ഉപദ്രവിക്കുന്നവരോ നമ്മളെ പായിക്കുന്നവരോ ഒക്കെ അവരുടെയൊക്കെ മുന്നിൽ ദൈവം നമുക്ക് അവർ കാണുക നമ്മളെ ഉയർത്തുന്നു, മാനിക്കുന്നു. അതാണല്ലോ ആഗ്രഹിക്കുക. എന്നാൽ ദൈവാത്മാവ് കഴിഞ്ഞ ദിവസം എന്നെ പഠിപ്പിച്ചത്, ഞാൻ പറഞ്ഞല്ലോ, ഇത് നേരത്തെ ചിന്തിച്ചതല്ല, പുതുവർഷത്തെ കടന്ന സമയത്താണ്. ആ ട്രാൻസിഷൻ പീരീഡിൽ 12 മണി കഴിഞ്ഞ് ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നപ്പോൾ അതിന് ശേഷം തന്ന ചിന്തകളാണിത്. എൻ്റെ ശത്രുക്കൾ കാണുകയും നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് കൂടല്ലെന്ന് എഫേസ്യരിലും 6-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് ശത്രുക്കൾ മനുഷ്യരല്ല. നമ്മുടെ ശത്രു ആരാണ്? നിങ്ങളുടെ പ്രതിയോഗിയായ പിശാചെന്ന് പത്രോസ് ലേഖനത്തിലുണ്ട്. ലോകം, ജഡം, ഇതെല്ലാം നമ്മുടെ ശത്രുവാണ്. എന്നാൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജയകരമായ ജീവിതം, യഥാർത്ഥ ആശ്രയ ജീവിതം ജയകരമായ ജീവിതം, വിക്ടോറിയസ് ലൈഫ്. അവിടെ അവൻ്റെ വിരുന്നുണ്ട്. മറ്റേ പൗലോസ് പറയുന്നല്ലോ കൊരിന്ത്യർ ലേഖനത്തിൽ, ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുകയും, ചിലപ്പോഴൊക്കെ ജയോത്സവമായി നടത്തുന്നതല്ല, എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അത് മാത്രമല്ലല്ലോ, റോമാലേഖനം 8-ാം അധ്യായത്തിലുള്ള നാം നമ്മെ സ്നേഹിച്ചതിന് മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മാത്രമല്ല 1 Corinthians 15-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ക്രിസ്തീയ ജീവിതം പരാജയത്തിൻ്റെ ജീവിതമല്ല, ആശ്രയ ജീവിതം പരാജയത്തിൻ്റെ ജീവിതമല്ല, പിന്നെയോ ജയത്തിൻ്റെ ജീവിതമാണ്. അവന് വിരുന്നൊരുക്കുന്ന, അല്ലെങ്കിൽ ശത്രുക്കളുടെ മുൻപാകെ ജയകരമായി നടത്തുന്ന, വിരുന്നൊരുക്കുന്ന വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്, വിജയകരമായ ക്രിസ്ത്യൻ ജീവിതം. ഇന്ന് പല ന്യായങ്ങൾ പറഞ്ഞ് പല ഭാഗത്ത് കിടക്കുന്നത് കാണാം. എന്നാൽ യഥാർത്ഥ ആശ്രയ ജീവിതം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആശ്രയ ജീവിതം ജയകരമായ ജീവിതമാണ്. ജയകരമായ ജീവിതം, ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, അപ്പോൾ യഹോവ എൻ്റെ ഇടയനെങ്കിൽ, അല്ലെങ്കിൽ നല്ല കർത്താവ് നമ്മുടെ ഇടയനാണെങ്കിൽ, നല്ല ഇടയൻ്റെ ആടുകളാണ് നാമെങ്കിൽ, നമുക്ക് ജയകരമായ ജീവിതം അവൻ വാഗ്ദാനം ചെയ്യുന്നു. അവനെ അനുഗമിക്കുന്നെങ്കിൽ അവിടെ തോൽവിയല്ല, ഒരു പ്രശ്നത്തിനും തോൽവിയല്ല, പിന്നെയോ അവൻ്റെ ജയമാണ്. അവൻ്റെ ജയം അവനോട് ചേർന്നിരിക്കുന്ന അവൻ്റെ മക്കൾക്കുമുള്ളതാണ്. അപ്പോൾ ജയകരമായ ജീവിതം, ഇന്നത് പറയാൻ പലർക്കും പേടിയാണ്, പലർക്കും. പക്ഷേ ദൈവവചനം വാഗ്ദാനം ചെയ്യുന്ന ജയകരമായ ജീവിതമാണ്. അവൻ്റെ ആടെങ്കിൽ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇടയനാണ് എന്ന് പറയുവാൻ, യഥാർത്ഥമായി പറയുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ജയകരമായിരിക്കും. മാത്രമല്ല വേറൊരു കാര്യം അവിടെ കാണാം. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എണ്ണ കാണിക്കുന്ന പരിശുദ്ധാത്മാനെയാണല്ലോ. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ ആത്മനിറവിൻ ജീവിതം,
ആത്മനിറവിൻ ജീവിതം ദാരിദ്ര്യ ജീവിതമല്ല. ആത്മനാൽ നടത്തപ്പെടുന്ന, ആത്മാവ് ഭരിക്കുന്ന, ആത്മാവ് കൊണ്ടുപോകുന്ന, ആത്മാവ് വഴി നടത്തുന്ന ജീവിതം ഇന്നത്തെ ചെപ്പടി വിദ്യക്കാരുടെ പരിപാടിയല്ല. ആത്മാവെന്ന് പറഞ്ഞാൽ പലപ്പോഴും ചെപ്പടി വിദ്യ ഉണ്ടെന്നാണ് പലരുടെയും ധാരണ. അല്ല, ആത്മാവ് ഉപദേശിച്ച്, ആത്മാവ് ക്രമീകരിച്ച്, ആത്മാവിനാൽ നിറച്ച് അവൻ്റെ ആലോചനയ്ക്കൊത്തവണ്ണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ജീവിതം നമ്മുടെ വസിച്ച് സകല സത്യത്തിലും വഴി നടത്തപ്പെടുന്ന ജീവിതം. അവിടെ സംശയമില്ല. ദൈവാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുമ്പോൾ അവിടെ സംശയമില്ല. ദൈവത്തെക്കുറിച്ച് സംശയമില്ല, ദൈവത്തെക്കുറിച്ച് അവിശ്വാസമില്ല. പിന്നെയോ ദൈവാത്മാവ് കർത്താവിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരികയും നമ്മെ കൂടുതൽ വിശുദ്ധീകരിച്ച് അവൻ്റെ പാതയിൽ നടത്തുകയും ചെയ്യുമല്ലോ. എത്ര ഭാഗ്യമാണ് ആത്മനിറവിൻ ജീവിതം. എൻ്റെ തലയെ, പഴയ നിയമഭക്തൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു പറയുന്നുവെങ്കിൽ, പുതിയ നിയമകാലത്ത് ജീവിച്ചിരിക്കുന്ന ദൈവജനത്തിന് ദൈവം തൻ്റെ പരിശുദ്ധ ആത്മാവിനെ അളവ് കൂടാതെ കൊടുക്കുന്നതാണല്ലോ നമ്മുടെ ദൈവം. ഒരു തുള്ളിയല്ലല്ലോ, ആത്മാവിനെ പാനം ചെയ്ത് ആത്മാവിൽ നിറഞ്ഞ് ആത്മപൂർണരായി ആത്മഫലങ്ങൾ കായ്ച്ച് അവൻ്റെ മഹത്വത്തിനായി ജീവിക്കുന്ന എത്ര ഭാഗ്യം. ആത്മനിറവിൻ ജീവിതം. നമ്മുടെ തലയിൽ പുതിയ എണ്ണ അല്ലെങ്കിൽ പുതിയ അനുഭവങ്ങൾ നാം പ്രാപിക്കുന്നു. അതോ പണ്ടെങ്ങാണ്ട് ഉള്ള അനുഭവങ്ങൾ ഇപ്പോഴും നാം തൃപ്തിയടയുന്നു. ഈ പുതുവർഷത്തിൽ പുതിയ എണ്ണ തേച്ച് പുതിയ അനുഭവത്തോടെ, പുതിയ ആത്മനിയോഗത്തോടെ, നിവേശത്തോടെ നമ്മുടെ ജീവിതം നയിപ്പാൻ ഇടയാകട്ടെ. മാറ്റമല്ല, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. ആ വാക്യത്തിൽ എന്നെ വളരെ വളരെ ധൈര്യപ്പെടുത്തിയ ചിന്തകളാണ്. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. സംതൃപ്ത ജീവിതം, അവിടെ പരാതിയില്ല. നിറഞ്ഞു കവിയെന്ന് പറഞ്ഞാൽ അവിടെ കവിഞ്ഞൊഴുക്കാണല്ലോ, കുറഞ്ഞു പോകുകയല്ലോ, വർദ്ധിച്ചു വരികയാണ്. എല്ലാ വിധത്തിലും വർദ്ധിച്ചു വരുന്ന അനുഭവം, എല്ലാ കാര്യങ്ങളിലും വർദ്ധിച്ചു വരുന്ന അനുഭവം, നിറഞ്ഞ കവിയാണ്. കർത്താവ് പറഞ്ഞായിരുന്നല്ലോ, എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അപ്പോൾ സംതൃപ്തി, പരാതിയല്ല, പരിഭവങ്ങളല്ല. ഇന്നെന്തെല്ലാം പരാതികളാണ്. പിതാക്കൾ മക്കളെക്കുറിച്ച്, കുടുംബസഹോദരങ്ങളെക്കുറിച്ച്, നേതാക്കന്മാരെക്കുറിച്ച് എല്ലാം പല തരത്തിലുള്ള പരാതികളാണ് നാം കേൾക്കുന്നത്. എന്നാൽ യഥാർത്ഥ ദൈവാശ്രയത്തിൽ ജീവിക്കുന്ന ഒരു ദൈവത്തിന് ഒരു പരാതിയുമില്ല. കാരണം അവിടെ പരാതിക്ക് സ്ഥാനമില്ല. 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ സകലത്തിലും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങൾ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. നോക്കണം, സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തി. ഇന്ന് മിസ്രൈമിൽ നിന്ന് വന്ന ഇസ്രായേൽ മക്കളെക്കാളും കഷ്ടമാണ്, അല്ലെങ്കിൽ മരുഭൂമിയിൽ സഞ്ചരിച്ച ഇസ്രായേൽ മക്കളെക്കാളും കഷ്ടമാണ് ദൈവമെന്ന് പറയുന്ന ഒരവസ്ഥ. ഒന്നിലും തൃപ്തിയില്ല. എന്നാൽ യഥാർത്ഥ വിശ്വാസി ഇങ്ങനെയാണ്. അവിടെ സംതൃപ്തിയല്ല, അവിടെ നിറഞ്ഞു കഴിയുന്ന അനുഭവമാണ്. ഇത് അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. പലപ്പോഴും ഞാൻ ഇത് പറഞ്ഞാൽ വിശ്വസിക്കാൻ തോന്നുന്നില്ല, പക്ഷേ അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. അനുഭവിക്കാൻ ദൈവമക്കളുണ്ട്. എൻ്റെ പാദം മാത്രം നിറഞ്ഞു വീഴുന്നു. സകലത്തിലും തൃപ്തരായി കഷ്ടതയിലും പാടുവാൻ, നക്ഷമതിൽ കൊണ്ടാടുവാൻ ശക്തിയെടുക്കുക നാഥനെന്ന് പണ്ട് ഭക്തൻ പാടിയല്ലോ. അതുപോലെ സകലത്തിലും തൃപ്തിയുള്ളവരായി ജീവിക്കും. ഈ വർഷത്തിൽ അങ്ങനത്തെ അനുഭവം കർത്താവ് നോക്കി നൽകട്ടെ. മാത്രമല്ല, നന്മയും കരുണയും, അടുത്ത വാക്യം, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. നന്മയെന്ന് പറയുമ്പോൾ ഒട്ടേനെ നമ്മുടെ ആളുകൾ, ഇന്നത്തെ ആളുകൾ ചിന്തിക്കുന്നത് കുറേ പണവും മറ്റ് ഭൗതിക സൗകര്യങ്ങളും ഒക്കെ ആണല്ലോ നമ്മുടെ ചിന്തയിൽ വരിക. ഞാൻ മുൻപൊരു വീഡിയോയിൽ യഥാർത്ഥ നന്മ ഏതെന്ന് 106-ാം സങ്കീർത്തനം 4-ാം വാക്യം ബേസ് ചെയ്ത് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. മത്തായി സുവിശേഷം 7-ാം അധ്യായം 11-ാം വാക്യവും ലൂക്കോസ് സുവിശേഷം
15-ാം 13-ാം വാക്യം നോക്കിയാൽ യഥാർത്ഥ നന്മ ഏതാണെന്ന് കാണും. ഒരിടത്ത് ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ലദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നന്മ എത്രയധികം കൊടുക്കുമെന്ന് മത്തായിയുടെ സുവിശേഷത്തിലും പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കുമെന്ന് ലൂക്കോസ് എന്ന സുവിശേഷത്തിലും കാണാം. അപ്പോൾ യഥാർത്ഥ നന്മ സ്വർഗീയ ദാനമാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ പറയുക, എൻ്റെ വിശദീകരണം കൃപ നിറഞ്ഞ ജീവിതം, കൃപ നിറഞ്ഞ ജീവിതം, കൃപയിൻ ജീവിതം, കൃപ പെരുകുന്ന, കൃപ വർദ്ധിക്കുന്ന. യോഹന്നാൻ സുവിശേഷത്തിലുണ്ടല്ലോ, അവൻ്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. കൃപമേൽ കൃപ. കരുണ എന്ന് പറയുമ്പോൾ അർഹിക്കുന്നത് തരാത്തതാണല്ലോ. അപ്പോൾ ഞാൻ രണ്ടിനും കൂടി ചേർത്ത് പറഞ്ഞ കൃപ നിറഞ്ഞ ജീവിതം, അറിയിക്കാതെ തരുന്നതാണല്ലോ കൃപ. അപ്പോൾ കൃപ നിറഞ്ഞ ജീവിതം. അപ്പോസ്തല പ്രവൃത്തികൾ നാം വായിക്കുന്നത് എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. നമുക്കോ 2025 കൃപ നിറഞ്ഞ, കൃപ വ്യാപരിക്കുന്ന, കൃപ പെരുകുന്ന ജീവിതമായി മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പോൾ മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അത് അവസാനിപ്പിക്കാം. അത് പറഞ്ഞല്ലോ, വിശദീകരിക്കാൻ ഒത്തിരി ഉണ്ടെങ്കിലും അതിലൊന്നും പോകുന്നില്ല. അടുത്തവൻ പറഞ്ഞു, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം ഒന്നും മലയാളം തർജ്ജമയാണ്. മറ്റ് ഭാഷാന്തരങ്ങൾ വായിച്ചാൽ എന്നേക്കും വസിക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശ. ഞാൻ ഇവിടെ അവസാനിക്കത്തില്ല, ഞാൻ ഇവിടെ തീരത്തില്ല, ലോകത്തിൽ എന്ത് സംഭവിച്ചാലും എനിക്കത് പ്രശ്നമില്ല. പ്രത്യാശാപൂർണമായ ജീവിതം, ഭാഗ്യകരമായ പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ, വിശ്വാസിക്കുള്ളതുപോലെ, അല്ലെങ്കിൽ ദൈവാശ്രയമുള്ള വിശ്വാസിക്കുള്ളതുപോലെ ശരിയായ പ്രത്യാശ മറ്റാർക്കുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രത്യാശാപൂർണമായ ജീവിതം എത്ര ഭാഗ്യമാണ്, എത്ര ഭാഗ്യമാണ്. പരാതികളില്ലാത്ത, പരിവട്ടങ്ങളില്ലാത്ത, പരിവേദനങ്ങളില്ലാത്ത, നിരാശയില്ലാത്ത, ഏത് സാഹചര്യത്തിലും പ്രത്യാശ വർദ്ധിക്കുന്ന, പ്രത്യാശ ഭരിക്കുന്ന. ഞാനിവിടെ കിടക്കത്തില്ല, ഞാനിവിടെ നശിക്കത്തില്ല, എനിക്കൊരു വീടുണ്ട്, ഞാൻ നിത്യകാലം ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കും, ഞാൻ നിത്യകാലം ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കും, ഞാൻ അവനോടിരിക്കും. പൗലോസ് പറഞ്ഞു ഇങ്ങനെ, 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞത് അതാണല്ലോ, ഇങ്ങനെ നാം എപ്പോഴും ക്രിസ്തുവിനോടുകൂടെ ഇരിക്കും. ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും എന്നേക്കും. ഒരു ദൈവവചനത്തെ മുന്നോട്ട് നയിക്കുന്ന കഷ്ടങ്ങളുടെ നടുവിലും, ദുഃഖങ്ങളുടെ നടുവിലും, വേദനയുടെ നടുവിലും, ഭാരങ്ങളുടെ നടുവിലും, പ്രതികൂലങ്ങളുടെ നടുവിലും ഒരു ദൈവവചനത്തെ മുന്നോട്ട് നയിക്കുന്നത് അവൻ്റെ പ്രത്യാശയാണ്. അവൻ്റെ പ്രത്യാശ എന്താ? എൻ്റെ കർത്താവ് വരും, ഞാൻ അവനെ കാണും, ഞാൻ അവനെ പോലെയാകും, ഞാൻ അവനോട് ചേരും, എന്നേക്കും അവനോടുകൂടി ഇരിക്കും. എത്ര വലിയ പ്രത്യാശയാണ്! ഇതാ ലോകത്തിലെ കോടിക്കണക്കിന് രൂപയുള്ളവനും ഈ പ്രത്യാശ ഉണ്ടാവുന്നില്ലല്ലോ. അപ്പോൾ പ്രത്യാശാപൂർണമായ ജീവിതം. കർത്താവ് എന്നെ പഠിപ്പിച്ചത് കയ്യോടെ ഞാൻ ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ നിയമങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. അപ്പോൾ ദാവീദ് അങ്ങനെ പറഞ്ഞെങ്കിൽ അതിനുള്ള ഓരോ അർത്ഥങ്ങളും എന്നെ ചിന്തിപ്പിച്ചപ്പോൾ ഞാൻ തന്നെ ഭയന്നു. എനിക്ക് വളരെ സന്തോഷം നൽകി. ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ ഇതിനേക്കാൾ ശ്രേഷ്ഠമായി കർത്താവ് വരാൻ താമസിച്ചാൽ, ജീവനോട് നാം ശേഷിച്ചാൽ, യഥാർത്ഥമായ ദൈവാശ്രയമുള്ളവരായി, യഥാർത്ഥമായി കർത്താവിൽ മാത്രം ആശ്രയിച്ച്, കർത്താവിൽ മാത്രം ചാരി, അവൻ യഹോവ മാത്രം എൻ്റെ ആശ്രയമെന്ന് പറഞ്ഞ് അവനിൽ വിശ്രമിച്ച് നേരായി നടന്ന് ഭയമില്ലാത്തവരായി, ഒന്നിലും ഭയപ്പെടാതെ, ദൈവത്തിൻ്റെ ആത്മാവ് ബാലശിക്ഷകൾ നടത്തുമെങ്കിൽ അതിൽ സന്തോഷിച്ച് ശിക്ഷണങ്ങൾ നൽകി അതിൽ മുന്നോട്ട് പോയി ജയകരമായി ജീവിച്ച് ആത്മാവിൽ നിറഞ്ഞ് സംതൃപ്തിയോടെ, ഒന്നിലും ദുഃഖമല്ല, സംതൃപ്തിയോടെ കൃപ നിറഞ്ഞ് പ്രത്യാശാപൂർണനായി
ഈ ലോകത്തിൽ ജീവിക്കുന്നെങ്കിൽ അയ്യോ അതെത്ര ശ്രേഷ്ഠം, എനിക്കത് വർണ്ണിക്കാൻ വാക്കുകളില്ല. ഇതാണ് ഐഡിയൽ ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്തീയ മാതൃകാ ക്രിസ്തീയ ജീവിതം. പഴയ ഭക്തനായ ദാവീദ് അന്നത് പ്രാർത്ഥിച്ചെങ്കിൽ ഇന്ന് എല്ലാവരും 21 സങ്കീർത്തനം ഉരുവിടും. പക്ഷേ അതിൽ അന്തർലീനമായ ഈ അർത്ഥതലങ്ങൾ നാം ചിന്തിക്കുന്നുണ്ടോ? ഈ വർഷം ലോകത്തിൽ നിന്ന് സംഭവിക്കേണ്ട ഒരു പക്ഷേ 2024 സുഗമം ആയിരിക്കില്ല 25. 2024 എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുകയില്ല എന്ന് ചിന്തിക്കേണ്ട. 24 ഉണ്ടായതിനേക്കാൾ പ്രശ്നങ്ങൾ 25 വന്നേക്കാം. 24 ഉണ്ടായതിനേക്കാൾ ഗുരുതരമായ സാഹചര്യം ഉണ്ടായേക്കാം. ലോകത്തിലെല്ലാം പ്രതികൂലമായേക്കാം. എന്ത് സംഭവിക്കുന്നു എന്ന് നാം അറിയില്ല. പക്ഷേ ദൈവത്തിലെ സംബന്ധിച്ചോളം കർത്താവാണ് നമ്മുടെ ഇടയനെങ്കിൽ ഒന്നും ഭയപ്പെടേണ്ട. നാം അവനെ വിശ്രമിക്കും. നാം അവൻ തന്നെ അവൻ തരുന്ന പാതയിൽ നാം നടക്കും. ദാവീദ് പറഞ്ഞ പോലെ എൻ്റെ നടപ്പ് നിൻ്റെ ചൂടുകൾ തന്നെയായിരുന്നു എന്ന്, എൻ്റെ കാലിൽ വഴിതുമില്ല. 17 സംഘത്തിലുണ്ടല്ലോ, ഭയരഹിത, ഒന്നിനെയും ഭയപ്പെടാതെ ഭയരഹിതരായി ജയത്തിൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞു സകല സാഹചര്യത്തിലും ജയമെടുത്തവരായി അവൻ്റെ ശിക്ഷണങ്ങളിൽ കൂടെ കടന്നുപോയി. നാം തികഞ്ഞവരല്ല. ലോകത്തിൽ ജീവിക്കുമ്പോൾ ചിലപ്പോൾ ബാലശിക്ഷകൾ നമുക്ക് തരാം. പക്ഷേ എന്നാൽ അതുകൊണ്ട് അതിൽ ആശ്വാസം കണ്ടെത്തി, ദൈവിക വിടുതൽ കണ്ട്, ജയം കണ്ട്, ഏത് പ്രശ്നത്തിലും ജയം കണ്ട് ജയകരമായി ജീവിച്ച് ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് നയിക്കാം. ആത്മാവ് നിറഞ്ഞവരായി, മാത്രമല്ല സംതൃപ്തരായി, നിറഞ്ഞ വൈകുന്ന അനുഭവമുള്ളവരായി, കൃപ നിറഞ്ഞവരായി, ഭാവിയെ പ്രത്യാശ വച്ച് നമുക്ക് വരുവാനുള്ള ഭാവി നിസ്സാരമല്ലല്ലോ. ആകയാൽ ലോകത്തിലെന്തും വരട്ടെ, സംഭവങ്ങൾ എന്തുമാകട്ടെ, 2025 ഈ വിധത്തിൽ ഒരു ആശ്രയ ജീവൻ നയിക്കുവാൻ എൻ്റെ കർത്താവാണ് എൻ്റെ ഇടയൻ, എന്നെ അവൻ നടത്തുന്നു, എന്നെ അവൻ പോറ്റുന്നു എന്ന് വാക്കുകൊണ്ട് വെറുതെ പറയുന്നതല്ല, അക്ഷരീയമായി പറഞ്ഞുകൊണ്ട്, ധൈര്യമായി പറഞ്ഞുകൊണ്ട് ദൈവകൃപയിൽ നമുക്ക് ജീവിക്കാം. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും 2025 വലിയ ഒരു വിജയത്തിൻ്റെ സാക്ഷി ഡിസംബർ 31 വരെ കർത്താവ് നമ്മെ വെച്ചിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ അനുഭവത്തിൽ നാം ജീവിച്ചാൽ ധൈര്യമായി ജയത്തിൻ്റെ സാക്ഷ്യം പ്രസാദിപ്പാൻ നമുക്കിടയാകും. വലിയവനായ ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. ജയകരമായ ജീവൻ നയിച്ച് ദൈവാത്മാവിൽ നിറഞ്ഞ കൃപമേൽ കൃപ പ്രാപിച്ച് പ്രത്യാശാപൂർണരായി ധൈര്യത്തോടെ ജയജീവൻ നയിച്ച് അല്ലെങ്കിൽ അവനെ ആശ്രയിച്ച് അവൻ വിശ്രമിച്ച് നമ്മുടെ ക്രിസ്ത്യവും ധന്യമാക്കാം. വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ ഞങ്ങളുടെ സ്വർഗീയപിതാവേ, പുതുവർഷത്തിൻ്റെ ആരംഭനാളിൽ അവിടുത്തെ സ്ഥലം അടുത്തു വരുവാൻ നിങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. വളരെ പ്രതീക്ഷയോടെ പുതുവർഷത്തിലേക്ക് നിങ്ങൾക്ക് കടക്കുവാനെങ്കിൽ സഹായിച്ചല്ലോ. എന്നാൽ ഈ വർഷത്തിൽ ഞങ്ങൾ ചിന്തിച്ചതുപോലെ അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് തൽഫലമായ കർത്താവ് അനുഗ്രഹങ്ങളെല്ലാം പ്രാപിച്ച് ഭാവിയെക്കുറിച്ച് ചിന്താകുലപ്പെടാതെ പ്രത്യാശാപൂർണരായി ജീവിച്ച് ധന്യരായി പരാജയത്തിൻ്റെ അനുഭവമല്ല ജയത്തിൻ്റെ അനുഭവം പറയുവാൻ അവിടെ നിങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കൃപ ഞങ്ങൾക്ക് തരണമേ. അങ്ങയുടെ ജനത്തോട് അവിടുന്ന് ഇടപെടണമേ. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.